എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയില്ലാ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റോ ഗ്രീൻ പീസോ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ടിൻഡ് ട്യൂണയാണ്. അതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ട്യൂണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലഷുള്ള മീൻ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് കൈവച്ച് തയ്യാറാക്കിയെടുക്കാം. ഫിഷിന് പകരം നമുക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇത്രയും സ്നാക്സ് അതിൽ നിന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ബോൾ എടുത്തതിലേക്ക് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. സാധാരണ ബ്രെഡ് ക്രംസ് ആണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. മാറ്റി റവയൊന്ന് കോട്ട് ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ അതെല്ലാം റവയിൽ കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നീട് ഓരോ കുഴിയിലേക്കും കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. നന്നായി ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ബോൾസും എടുത്ത് നമുക്ക് ഇതേപോലെ ഓരോ കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടതിന് ശേഷം 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കാം. ഇതാകുമ്പോൾ വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. വളരെ ടേസ്റ്റിയായ സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.